ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയൻ മൈഥിലിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് കാവേരിയും നന്ദിതയും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. അങ്ങനെ അജയൻ അവരെ കണ്ടതോടുകൂടി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ മൈഥിലി ഇങ്ങനെ കരയാണ്. ആ സമയത്താണ് കാവേരിയും നന്ദിതയും മൈഥിലിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് കാവേരി വിളിക്കുകയാണ് മൈഥിലിയെ, മോളെ മൈഥിലി, നിനക്ക് മാനസികമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും വിഷമവും വരികയാണ്, ഒറ്റപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നീ ഞങ്ങളെ ഓർക്കണം. നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. നീ ഞങ്ങളിലെ ഒരാൾ തന്നെയാണ്. നീ ഞങ്ങളെ മറന്നിട്ടുണ്ട്. ഞങ്ങൾ നിന്നെ ഒരിക്കലും മറന്നിട്ടില്ല. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഇനിയെങ്കിലും നീ സത്യം മനസ്സിലാക്കി ജീവിക്കണം. വൈകിയിട്ടില്ല മോളെ. നിനക്ക് എന്തെങ്കിലും ഞങ്ങളുമായി തുറന്നു പറയാൻ സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നീ ഞങ്ങളുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ അങ്ങ് കാവേരി മൈഥിലി അങ്ങ് ഉപദേശിക്കാൻ കേട്ടോ. അങ്ങനെ അജയൻ്റെ കാര്യം കൂടി കാവേരി അപ്പം അങ്ങ് പറയാണ്, നീ ഒരിക്കലും അവനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കുകയാണ് എന്നുള്ളത് കൂടി പറയുമ്പോൾ മൈഥിലി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവാൻ. അത് കണ്ടപ്പോൾ നന്ദിതക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തി, അവൾക്ക് അഹങ്കാരമാണ്. ഇപ്പോഴും അവൾക്ക് ഒരു മാറ്റവുമില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ടും അവളുടെ സ്വഭാവം കണ്ടില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഏട്ടത്തി അവളോട് മിണ്ടാൻ പോവണ്ട എന്നുള്ളത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ കാവേരി പറയാണ്, ഇല്ല മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ തന്നെയാണ്. അവളുമായിട്ട് ഇനിയൊരു കൂട്ടും നമുക്കില്ലാന്ന്. പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ മനസ്സ് ഒരിക്കലും അതിന് കഴിയുന്നില്ല. അവൾക്ക് അഹങ്കാരമല്ല, അവൾ അഭിനയിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുകയാണ്. നീ കണ്ടോ, അവൾ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് അവളുടെ എല്ലാ സങ്കടവും പറയാൻ വേണ്ടി ഒരു ദിവസം വരും, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം നന്ദിതയും കാവേരിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് ചെട്ടിയാരി രുക്കുവിനോട് സംസാരിക്കാൻ കേട്ടോ. ആതിരയുടെ കാര്യം സംസാരിക്കുകയാണ്. നിന്റെ ആങ്ങള കാർത്തികേയൻ എന്നോടൊരു കാര്യം പറഞ്ഞു, ആതിരയെ പഠിപ്പിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു. നിന്റെ ആങ്ങള കാർത്തികേയൻ ഇപ്പോഴും ആ പണ്ടത്തെ കാലത്ത് നിന്നും മാറിയിട്ടില്ല. പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല, പെണ്ണുങ്ങൾ കൂടുതൽ പഠിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും അയാൾ നടക്കുന്നത്. അയാൾ ഇപ്പോഴും ആ പഴഞ്ചൻ സമ്പ്രദായത്തിലൂടെയാണ് നടക്കുന്നത്. ശ്രീനാരിപുരത്ത് ഞാൻ നാരിപൂജ കൊണ്ടുവന്നത് പോലും അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്ത്രീകളല്ലേ എല്ലാ വീടിൻ്റെയും ഐശ്വര്യം, അതൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. പിന്നെ അയാൾക്കൊന്ന് ചിന്തിച്ചൂടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് സ്വന്തം പെങ്ങൾ കൂടിയാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളത്, അതുകൂടി അയാൾ ചിന്തിക്കുന്നില്ല. എന്താ നിൻ്റെ ആങ്ങളെ ഇങ്ങനെ ആയത് എന്നൊക്കെ അങ്ങ് പറയണ്ടോ. അങ്ങനെ രുക്കു പറയാണ്, എന്നോടും ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന്. എന്താ നിന്നോട് പറഞ്ഞത്? ആതിരയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. മുത്തുമാരനെ കൊണ്ട് ആതിരയെ കല്യാണം കഴിപ്പിക്കാം എന്നാണ് പറയുന്നത്. അത് കേട്ടതോടുകൂടി ചെട്ടിയാരങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. അതെങ്ങനെ ശരിയാവും? മുത്തുമാരനും ആതിരയും തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസം. അതും പോരാഞ്ഞിട്ട് ആതിര പഠിപ്പുള്ള കുട്ടിയാണ്. മുത്തുമാരൻ എന്താ ഒരു പഠിപ്പുമില്ലാത്തവനാണ്. അവനെ കൊണ്ടൊന്നും എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിക്കില്ല. അതിനൊന്നും കാർത്തികേയൻ ആഗ്രഹിക്കുകയും വേണ്ട. എൻ്റെ മോളെ ഞാൻ നല്ലൊരു വീട്ടിലേക്കാണ് പറഞ്ഞയക്കുകയുള്ളൂ. അവളുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം. ഒരു പണക്കാരനായ പയ്യനെ കൊണ്ട് തന്നെയാണ് എൻ്റെ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിടുകയുള്ളൂ. KRKയുടെ അനിയനുണ്ട് ആദിശങ്കർ. അവൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അവന് നല്ലൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അവൻ നല്ല പയ്യനാണ്. നല്ല പഠിപ്പും വിവരവുമൊക്കെയുള്ള നല്ലൊരു പയ്യൻ തന്നെയാണ്. അവനെ കൊണ്ടാണ് എൻ്റെ ആതിരയെ ഞാൻ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ രുക്ക് പറയാണ്, KRKയുടെ മകനോ? അതെ, KRKയുടെ മകൻ ആദിശങ്കറിനെ കൊണ്ട് തന്നെ. ആദിശങ്കറുമായിട്ട് ആതിരയുടെ വിവാഹം നടത്തണം. അവർ വലിയ ബിസിനസ്സുകാരാണ്. പോരാത്തതിന് വിശ്വനാഥൻ്റെ ശത്രുവും കൂടിയാണ്. വിശ്വനാഥനും KRKയും തമ്മിൽ ശത്രുക്കളും ആണ്. KRKയുടെ മകൻ ആദിശങ്കറിനെ കൊണ്ട് എൻ്റെ മകളെ കല്യാണം ഞാൻ കഴിപ്പിച്ചു കൊടുക്കും. അത് എൻ്റെ ഒരു വാശി തന്നെയാണ്. വിശ്വനാഥനോട് എനിക്കുള്ള ശത്രുതയും തീർക്കണം. അവൻ എൻ്റെ മകളോട് ചെയ്തതിനെല്ലാം തന്നെ എനിക്ക് പ്രതികാരം ചെയ്യണം എന്നൊക്കെ അങ്ങ് ചെട്ടിയാര് രുക്കുവിനോട് അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ രുക്കു പറയണ, അതിന് ആതിരയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, അവളുടെ ഭർത്താവ് പ്രശ്നമുണ്ടാക്കില്ലേ എന്നങ്ങ് പറയുമ്പോൾ ചെട്ടിയാർ അങ്ങ് ചൂടാവും കേട്ടോ. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത് എങ്ങനെയെന്നുള്ളതൊന്നും നീ ഇപ്പോൾ പറയാൻ നിൽക്കണ്ട. അതൊരു കല്യാണമായിരുന്നില്ല. റോട്ടിൽ വെച്ച് ഒരാളങ്ങ് ഇഷ്ടമില്ലാത്ത ഒരാളെ അങ്ങ് താലി കെട്ടുന്നത് അത് കല്യാണമല്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ട. എൻ്റെ മനസ്സിലെ ഈ ആഗ്രഹമാണ് ഏറ്റവും നല്ലത്. എൻ്റെ മോളെ നല്ല ഒരു വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞയക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ ചെട്ടിയാരങ്ങ് പറയണം. ഒരു കാര്യം ചെയ്യും, മോളുടെ മനസ്സിൽ വല്ല ആഗ്രഹവും ഉണ്ടോ എന്നൊന്ന് ചോദിച്ചു
ചോദിച്ചറിയുക. അവൾക്ക് ഇനി വേറെ ആരോടെങ്കിലും സ്നേഹമോ അടുപ്പമോ ഉണ്ടെങ്കിൽ അവളുടെ ആഗ്രഹത്തിന് ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. അവളുടെ ആഗ്രഹം എന്താണെങ്കിൽ അത് നടത്തി കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതല്ല അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ആദിശങ്കറുമായിട്ട് എൻ്റെ മോളുടെ കല്യാണം നടത്തണം. നീ ഒന്ന് സൂചിപ്പിച്ചേക്ക് എന്നും പറഞ്ഞിട്ട് ചെട്ടിയാർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. പിന്നീട് ആദരെങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. സുനീഷിനെ കുറിച്ചാവട്ടോ ആദരെങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക. അപ്പോഴാവും അവിടേക്ക് രുക്കു അങ്ങ് വരികയാണ്. മോള് ഇതുവരെ ഉറങ്ങിയില്ലേ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ മോളെ ഒരു തമാശ ഉണ്ടായി എന്ന് ഇവിടെ എൻ്റെ ആങ്ങള കാർത്തികേയൻ ഇന്ന് ഇവിടെ വന്നിരുന്നു. എന്നിട്ട് മോളും മുത്തുമാരനും തമ്മിലുള്ള വിവാഹം നടത്തണം എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. പറഞ്ഞു വരികയാണെങ്കിൽ മുത്തുമാരൻ മോളുടെ മുറച്ചെറുക്കനൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ മോളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീക്കുകയുള്ളൂ. മോളുടെ വിവാഹം നടത്തണം എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം മോൾക്ക് വേണ്ടി നല്ലൊരു പണക്കാരൻ പയ്യനെ കണ്ടെത്തിയിട്ടൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വലിയ വലിയ ആഗ്രഹങ്ങളാണ് മോളെ കുറിച്ചിട്ട് എന്നങ്ങ് പറയുമ്പോഴത്തേക്കും ആതിര അങ്ങ് ചൂടായിട്ട് അങ്ങ് എണീക്കാൻ കേട്ടോ. ആര് പറഞ്ഞു എൻ്റെ വിവാഹം ആലോചിക്കാൻ? എൻ്റെ കല്യാണം കഴിഞ്ഞത് നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അതൊന്നും ഇനി ഇവിടെ പറയണ്ട. നിങ്ങളാണോ അതൊക്കെ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആരാ എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ എന്നങ്ങ് ചോദിക്കുമ്പോൾ രുക്കുവിൻ്റെ സ്വഭാവം അങ്ങ് മാറാൻ. എന്നിട്ട് രുക്കു ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ആതിരയോട് പറയാണ്, നിന്റെ കാര്യങ്ങൾ നോക്കാൻ അധികാരമുള്ളവർ തന്നെയാണെന്ന് നീ അങ്ങ് കൂട്ടിക്കോ എന്നങ്ങ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് രുക്കു അവിടെ നിന്ന് അങ്ങ് പോവാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ആതിര ഒന്നങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവർക്ക് അവകാശമുണ്ടെന്നോ? അപ്പോൾ എന്താവും അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നങ്ങ് ആതിര അങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവകാശമുള്ളവരാണ് ഇവർ രണ്ടുപേരും എങ്കിൽ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇവർ തന്നെയാണോ എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും മനസ്സിലുണ്ടാവുക. അങ്ങനെ ചെട്ടിയാർ ആതിരയുടെ കല്യാണം വീണ്ടും ആദിശങ്കറുമായിട്ട് നടത്തണം എന്നുള്ള ആഗ്രഹമായിരിക്കും ചെട്ടിയാരുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ ചെട്ടിയാരോട് രുക്കു പറയുന്നുണ്ട്, ആതിരയുടെ കല്യാണം കഴിച്ച ആദ്യത്തെ പയ്യൻ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എൻ്റെ മോളെ ഒരിക്കലും അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് വിശ്വനാഥൻ നടത്തിയത്. അതും ഒരു കോളനിയിലേക്കാണ് എൻ്റെ മോളെ അവർ പറഞ്ഞയച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രയും തുക 20 കോടിയാണ് ഞാൻ ആ പയ്യന് വേണ്ടിയിട്ട് എൻ്റെ ആതിരയെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത്. ഇനി എൻ്റെ ആതിരയെ ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നാൽ അവനെ ഞാൻ കൊന്നു കളയും എന്നൊക്കെ അങ്ങ് ചൂടായിട്ട് രുക്കുവിനോട് ചെട്ടിയാർ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ രുക്കു ആതിരയോട് ചോദിക്കുന്നുണ്ട്, മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുകൂടി പറയണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് ആതിര എങ്ങനെ സുനീഷിനെ എങ്ങനെ കൃഷ്ണൻ്റെ വേഷത്തിൽ ഇരിക്കുന്ന സുനീഷിനെ എങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആതിരയുടെ മനസ്സിൽ മുഴുവനും സുനീഷ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ രുക്കു ചോദിക്കുന്നുണ്ട്, എന്താ മോള് ആലോചിക്കുന്നത്? ആരെങ്കിലും നിൻ്റെ മനസ്സിലുണ്ടോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല അമ്മേ എന്നങ്ങ് പറഞ്ഞ് വഴുതി മാറാൻ കേട്ടോ. പക്ഷെ ആരാണ് മനസ്സിലുള്ളത് എന്നൊന്നും ആതിര ഇപ്പോഴൊന്നും പറയും. KRKയുടെ മകൻ ആദിശങ്കറുമായിട്ടുള്ള വിവാഹം നടത്തണം എന്നുള്ള കാര്യം ചെട്ടിയാർ തീരുമാനിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ആദിശങ്കറിനെ ഒന്നും വേണ്ട എന്നുള്ളതും എൻ്റെ സുനീഷ് ഏട്ടനെ മാത്രം മതി എന്നുള്ള കാര്യമൊക്കെ ആ സമയത്തായിരിക്കും കേട്ടോ ആതിര ചെട്ടിയാരുടെ മുഖത്ത് നോക്കി പറയുന്നത്. അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ വരാനിരിക്കുന്നുണ്ട്. പിന്നീട് അജയൻ ദീപ്തി വക്കീലിനെ വിളിക്കുകയാണ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ടാവും. അങ്ങനെ ദീപ്തി വക്കീലിനോട് പറയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് വക്കീലിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയാണ്. അപ്പോൾ അതിനെന്താ, ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നോളൂ എന്ന്, ഈ രാത്രിയിലോ? അതിനെന്താ, ഒരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി അജയൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ദീപ്തി വക്കീലിൻ്റെ വീട്ടിലേക്ക് അജയൻ പോവാൻ കേട്ടോ. അങ്ങനെ അജയൻ പോകുന്നത് കാണുമ്പോൾ മൈഥിലി ചോദിക്കുന്നുണ്ട്, എവിടേക്ക് അജയേട്ടൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മൈഥിലിയോട് അങ്ങ് ചൂടാവാൻ കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും, നീ ആരാ അതൊക്കെ ചോദ്യം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ മൈഥിലിയോട് ഇപ്പോൾ വളരെ മോശമായിട്ട് തന്നെയാവും കേട്ടോ അജയൻ വീണ്ടും ആ പണ്ടത്തെ സ്വഭാവത്തിൽ അങ്ങ് പെരുമാറുകയാണ് സിന്ധു പോയ ശേഷം. അപ്പോൾ നന്ദിത മൈഥിലിയെ അജയൻ ചീത്ത പറയുന്നതൊക്കെ കാണുകയാണ്. അങ്ങനെ മൈഥിലി അങ്ങ് കരയാണ് കേട്ടോ. എന്നിട്ട് അജയൻ പിന്നെ നേരെ ദീപ്തി വക്കീലിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ ദീപ്തി വക്കീലാണെങ്കിലോ അജയനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും കേട്ടോ. അജയനെ എങ്ങനെയെങ്കിലും വരുതിയിൽ വരുത്തണം എന്നുള്ള ഒരു ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ദീപ്തി വക്കീൽ അജയനോട് ആ രാത്രിയിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുക.
ഉണ്ടാവുക. അങ്ങനെ ദീപ്തി വക്കീൽ അജയനോട് പറയാണ്, ഇവിടേക്ക് കയറി വന്നോളൂ, ഞാൻ കതകൊന്നും കുറ്റിയിട്ടിട്ടില്ല എന്നങ്ങ് പറയണം. അങ്ങനെ അജയൻ ഒരു പരിഭ്രമത്തോട് കൂടിയിട്ടാവും അവിടേക്ക് ചെല്ലുന്നുണ്ടാവും കേട്ടോ. പക്ഷേ ദീപ്തി വക്കീലാണെങ്കിലോ ആകെ നൈറ്റി ഡ്രസ്സൊക്കെ അണിഞ്ഞ് അജയനെ വരുതിയിൽ വരുത്താനുള്ള ആ ഒരു വേഷത്തിലാവും കേട്ടോ വന്നിട്ടുണ്ടാവുക. അങ്ങനെ അജയൻ ദീപ്തി വക്കീലിനെ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടതോടുകൂടി അജയൻ തന്നെ ആകെ കണ്ണ് തള്ളി നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ അജയൻ ഒരു ചെറിയ പേടിയോട് കൂടി തന്നെയാണ് ദീപ്തി വക്കീലിനെ നോക്കുന്നതൊക്കെ. പക്ഷേ ഒരു കള്ളത്തരത്തിലായിരിക്കും കേട്ടോ ദീപ്തി വക്കീൽ അജയനെ കുരുക്കാനുള്ള ഒരു വല തന്നെയായിരിക്കും വിരിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ദീപ്തി വക്കീൽ അജയനോട് ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് ഈ രാത്രിയിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ്, എന്താണ് ഇത്ര അത്യാവശ്യം എന്നങ്ങ് ചോദിക്കുമ്പോൾ, അത് മറ്റൊന്നുമല്ല, എനിക്ക് കുറച്ച് പൈസ വേണം. എത്രയാ വേണ്ടത് അജയന്? എനിക്കൊരു 10 ലക്ഷം വേണം എന്നങ്ങ് പറയട്ടോ. അപ്പോൾ എന്തിനാണത്? എനിക്കൊരു ചെറിയ ബിസിനസ് തുടങ്ങാനാണ്. ഞാൻ അറിയാത്ത ബിസിനസ്സോ, അതും മാണിക്യമംഗലത്ത് എന്നങ്ങ് പറയുമ്പോൾ അജയൻ അങ്ങ് പതറുകയാണ് കേട്ടോ. അത് നിങ്ങൾ വരുന്നതിൻ്റെ, ഈ ദീപ്തി വക്കീൽ വരുന്നതിൻ്റെ മുന്നേ ഉള്ള ഒരു കച്ചവടമാണ്, അതിന് വേണ്ടിയിട്ടാണ്. അതിനെന്താ, ഞാനിപ്പോൾ കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് ദീപ്തി വക്കീൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ ദീപ്തി വക്കീൽ ഒരു കള്ളത്തരത്തിൽ ഒരു നോട്ടം നോക്കിയിട്ടാണ് അജയനെ നോക്കിയിട്ടാണ് പോകുന്നത്. അജയനെ ഒരു വല വിരിച്ചിട്ടുണ്ടാവും, അതിൽ വീഴ്ത്തണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ദീപ്തി വക്കീൽ പൈസ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അജയനാണെങ്കിലോ ദീപ്തി വക്കീലിനെ കണ്ടിട്ടാണെങ്കിലോ ആകങ്ങ് മതി മറന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വക്കീലിൻ്റെ ആ ഒരു വേഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ ചെട്ടിയാരോട് രുക്കു പോയി പറഞ്ഞിട്ടുണ്ടാവും, എന്നോട് ആതിര ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്ത് അവകാശമാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്കുള്ളത് എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ ആതിരയെ വിളിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ചെട്ടിയാർ ആതിരയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വൈകാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എന്താണെന്നുള്ള സത്യം നിന്നോട് പറയാം. ഞാനും രുക്കുവും നിൻ്റെ ആരാണെന്നുള്ള സത്യവും, നീ എങ്ങനെയാണ് മാണിക്യമംഗലത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതും, വിശ്വനാഥൻ ആരാണെന്നുള്ള സത്യവും ഒക്കെ തന്നെ നിന്നോട് ഞങ്ങൾ ഉടനെ തന്നെ പറയും എന്നൊക്കെ ആതിരയോട് പറയണ. അത് കേൾക്കുമ്പോൾ ആതിരാഗ് ഞെട്ടിപ്പോകുന്നു. പിന്നീട് ആതിര ആരും കാണാതെ സുനീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ സുനീഷ് പറയുന്നുണ്ട്, എന്തിനാ ആതിര നീ ഇപ്പോൾ എന്നെ കാണാൻ ഇവിടേക്ക് വന്നത്? ആരെങ്കിലും കണ്ടാൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, പ്രശ്നമായിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല, പ്രശ്നമായാലും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവിടേക്ക് ചെട്ടിയാരങ്ങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.